Good morning, children. Now, if you take your textbook, നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചത് മനസ്സിലാകായികയുണ്ടോ? എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്തു തരും. ആർക്കെങ്കിലും മനസ്സിലാവായികയുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ക്ലാസ്സിൽ തന്നെ നമുക്ക് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പോവാം. നിങ്ങൾക്ക് ഹിന്ദിക്ക് ഇനി അധികം ഒന്നും പാഠമൊന്നുമില്ല. റിവിഷൻ തുടങ്ങും. ആകെ ഒരു 2 പാഠം അങ്ങനെ ഇനി ബാക്കി വരുന്നുള്ളൂ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഏത് പാഠമായിരുന്നു നമ്മൾ എടുത്തത്? പാട് നൗ അല്ലേ? അത് 9ാമത്തെ ലെസൺ ആണ് എടുത്തത്. ഒന്നുകൂടെ വായിച്ചുതരാം. ഊക്കി മാത്ര, ഊവിന്റെ ചിഹ്നമുള്ള വാക്കുകളും അത് അക്ഷരങ്ങളും വാക്കുകളുമാണ് ആ പാഠത്തിൽ നമ്മൾ പരിചയപ്പെട്ടത്. ശ്രദ്ധിച്ചിരുന്നു, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ഊക്കി മാത്ര. കായെഴുതി അല്ലെ? ക് പ്ലസ് ഊ ഈക്വൽ ടു കൂ എന്നാണ് ആദ്യത്തത് എഴുതി കാണുന്നുണ്ട്. എങ്ങനെയാ വായിക്കുന്നത്? ക് പ്ലസ് കായുടെ ഇടയിൽ ഒരു വര കാണുന്നില്ലേ? അതപ്പോ അത് ക് എന്നാണ് വായിക്കുക. മലയാളത്തിൽ കായെഴുതി ചന്ദ്രക്കര ഇടുന്നില്ലേ? അതാണ്. ശ്രദ്ധിച്ചിരിക്കണം. ക് പ്ലസ് ഊ ഈക്വൽ ടു കൂ. അതേപോലെ തന്നെ താഴെ ആ കൂ എന്നുള്ള വാക്ക് ഉപയോഗിച്ചൊരു കൂ എന്നുള്ള അക്ഷരം ഉപയോഗിച്ചൊരു വാക്ക് തന്നിട്ടുണ്ട്. കൂളർ അല്ലെ? കൂളർ. ഊവിന്റെ ചിഹ്നമുള്ള അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള വാക്ക് കൂളർ, ദൂത്. നെക്സ്റ്റ് നോക്കിക്കോ. കബൂത്തർ, ധൂപ്, ചൂല. നെക്സ്റ്റ് നോക്കിയോ. ഖ പ്ലസ് ഊ, അതായത് ഖ പ്ലസ് ഊ ഈക്വൽ ടു ഹൂ. ഊവിന്റെ ചിഹ്നം കൊടുത്തിട്ട് നമ്മൾ ആ വ്യഞ്ജനാക്ഷരം എഴുതിയപ്പോഴാണ് അത് ഹൂ എന്നായത്. ചൂല, ചൂട്ട, ഊൻ, രൂപ്. നെക്സ്റ്റ് നോക്കിയോ. കുറെ വാക്കുകൾ, ഊവിന്റെ ചിഹ്നമുള്ള വാക്കുകൾ. മുഹമ്മദ് ടി, ലിസൺ ഹിയർ. മുഹമ്മദ് ടി, ആദ്യം തന്നെ ശ്രദ്ധിക്കാതിരുന്ന മിസ്സിന്റെ വഴക്ക് കിട്ടും. രാവിലെ തന്നെ ശ്രദ്ധിച്ചിരിക്കെ. എവിടെ നോക്കിയിരിക്കുന്നത്? നിന്റെ ബുക്ക് എവിടെ? ശ്രദ്ധിച്ചിരിക്കെ. फर्स्ट चित्र को देखो और शब्दों को पढ़ो. फर्स्ट वन फूल, तरबूज, खरबूजा, अमरूद, आलू, भालू, कबूतर, मूली, डमरू. അല്ലേ? ഈ വാക്കുകൾ നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എഴുതാത്തവർ എത്ര പേരുണ്ട്? കള്ളം പറയണ്ട, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹോംവർക്ക് ചെയ്തിടാത്ത എത്ര പേരുണ്ട്? ഇവിടെ ആരുമില്ല അല്ലെ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയോ. പേജ് നമ്പർ 42. വാക്കുകൾ വായിച്ചരാം. ഫൂൽ, മൂർഖ്, പൂര, ദൂന, ഊൻ, തർബൂജ്, ചൂര, ടൂട്ട, ശൂൽ, ഖർബൂജ, പൂജ, കൂട്ട, ഫൂൽ, ദൂരി, പൂന, ചൂട്ട, സൂരജ്, മൂലി, ചൂന, രൂട്ട. ഇത്രയും വാക്കുകളാണ് ഊന്റെ ചിഹ്നമുള്ള. ഒത്തിരി വാക്കുകളുണ്ട് അല്ലെ? ഇതിന്റെയൊക്കെ മലയാളം ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സില് അല്ലെ? അതെ. നെക്സ്റ്റ് നോക്കിയോ. രാം ഉഡ് സുബഹ് ഹുയി. പൂല്ല. ഇത് പറഞ്ഞു തന്നല്ലേ? ഇങ്ങോട്ട് പറഞ്ഞു തരണ്ടോ? ഇനി മലയാളം വേണോ? ഇനി അർത്ഥം പറഞ്ഞു തരണോ? വേണം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? രാം ഉഡ് സുബഹ് ഹുയി. രാമൻ രാവിലെ എഴുന്നേറ്റു. ഫൂൽ ല. ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവർ. ഫ്ലവർ, പൂക്കൾ കൊണ്ടുവന്നു. മാലാബന, മാല ഉണ്ടാക്കി. മാലാബനാക്കർ പൂജാക്കർ, മാല ഉണ്ടാക്കിയിട്ട് പൂജ ചെയ്തു.
ശീശാച്ചുക. എന്താ ശീശാച്ചുക? ശീശ എന്ന് പറഞ്ഞ കണ്ണാടി എന്നാണ്. ചുക്കിന എന്ന് പറഞ്ഞാൽ വളയ്ക്കുക. കണ്ണാടി വളയ്ക്കുക എന്നാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ ശരിക്കും തല കുനിക്കുക അങ്ങനെ എന്തൊക്കെയുണ്ട്. തല കുനിക്കരുത്, കുനിക്കുക എന്ന്. അബ് ആ അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഇവിടെ അബ് ആ എന്ന് പറഞ്ഞാൽ ഇവിടെ വരൂ, ഇപ്പോൾ വരൂ. ദൂത് പി പാല് കുടിക്കൂ. പാഠശാല ജ പാഠശാലയിൽ പോകൂ. കുസും കുച്ച് സുമനിലായി. കുസുമം കുറച്ച് സുമൻ. കുസും എന്ന് പറഞ്ഞാൽ സുമൻ. ഇവിടെ കുസും എന്നുള്ളത് പേരാണ്. കുസും ഉച്ച് പറഞ്ഞ കുറച്ച് കുറച്ച് പൂക്കൾ കൊണ്ടുവന്നു. രാധ കുച്ച് പൂലായി. രാധയും കുറച്ച് പൂക്കൾ കൊണ്ടുവന്നു. ആ രാധ ഫൽ ഖ. രാധയോട് പറയാ ആ എന്ന് പറഞ്ഞാൽ വരൂ, വരിക. ആ എന്ന് പറഞ്ഞാൽ വരൂ, ആന എന്ന് പറഞ്ഞാൽ വരിക. രാധ വരൂ. ഫൽ ഫൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട്സ് കഴിക്കൂ. ഖ എന്ന് പറഞ്ഞാൽ കഴിക്കൂ. രാധയോട് വന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കാനാണ് പറഞ്ഞത്. അമരൂദ്. അമരൂദ് മീൻസ് ഗ്വാവ. ആം മാംഗോ. ഇമലി ടാമറിൻ. ഈക്ക് ഷുഗർ കേക്ക്. സബ് ഖ. സബ് പറഞ്ഞാൽ എല്ലാം, എല്ലാം കഴിക്കൂ. അങ്കൂർ ഖ. അങ്കൂർ മീൻസ് ഗ്രേപ്സ്. അങ്കൂർ കഴിക്കൂ. ഖജൂർ ഖ. എന്താണ് ഖജൂർ എന്ന് പറഞ്ഞാല് ഈത്തപ്പഴം. ഈന്തപ്പഴം അല്ലെ? ഈന്തപ്പഴം കഴിക്കൂ. ഈക്ക് ജ്യൂസ്. എന്താണ് ഈക്ക് എന്ന് പറഞ്ഞാൽ കരിമ്പിൻ ജ്യൂസ്. കരിമ്പ് വലിച്ചു കുടിക്കൂ എന്നാ പറയുന്നത്. ജ്യൂസിനാന്ന് പറഞ്ഞാൽ വലിച്ചു കുടിക്കുക എന്നാണ്. ഈക്ക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ കരിമ്പ് നമ്മളിങ്ങനെ കടിച്ച് ഇങ്ങനെ വലിച്ചു കുടിക്കരുത്, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അഭ്യാസ്. ചിത്രം को देखकर शब्द लिखो. ചൂല, ജൂത്ത, മൂലി. നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ. ജൂത്ത, മൂലി, ചാക്കു, ആലു, ഭാലു, പൂത, ബൂട്ട, സൂരജ്, അമരൂദ്. എല്ലാവരും എഴുതിയിട്ടുണ്ടോ ടെക്സ്റ്റ് ബുക്കില്? ഉണ്ടല്ലേ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ. രേഖാങ്കിത് അക്ഷരോं के नीचे ഊ की मात्रा लगाओ और शब्द पढ़ो. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ആ അക്ഷരങ്ങൾക്ക് ഊന്റെ ചിഹ്നം ചേർത്തിട്ട് ശരിയായ വാക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പാ ജാന കൊടുത്തിരിക്കുന്നത് അല്ലെ? പായുടെ അടിയിൽ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ചിഹ്നം ഇടേണ്ടത്. ഊന്റെ മാത്രം ഇടേണ്ടത് അവിടെയാണ്. ഇപ്പൊ പൂജ എന്നായി അല്ലെ? എക്സാമ്പിള് പൂജ. കാണുന്നുണ്ടോ നിങ്ങള്? പായ എഴുതി അതിന്റെ താഴെ ഊന്റെ ചിഹ്നം കൊടുത്തിട്ട് എന്താ വായിക്കുന്നത്? പൂജ. പൂജ. ഓക്കെ. നെക്സ്റ്റ് എല്ലാം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞതല്ലേ? ആ വാക്കുകൾ ഇങ്ങനെയാണ് വരേണ്ടത്. ഫസ്റ്റ് സൂരജ്, കബൂത്തർ, ദൂത്, മൂലി. ശരിയാണ് നോക്കണം കേട്ടോ. ചാക്കു, ഡാക്കു, ലഡാക്കു, ഭൂഖ, ചൂട്ടാ, ടൂട്ടാ, ആലു, ഭൂമി, സൂഖി, ഫൂൽ. ശരിയാണോ എല്ലാരും എഴുതിയത്? ഓക്കെ. നെക്സ്റ്റ് നീച്ചെ ദിയെ ഗയെ ശബ്ദം കോ പഠോ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ പഠിക്കുക, വായിക്കുകയാണ് പറയുന്നത്. എന്താണ്? ഫസ്റ്റ് ബൂട്ട. ശ്രദ്ധിച്ചിരുന്നേ? ഇതിൽ ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പറയാം. മുഹമ്മദ് ഷഖ്സാദ് എവിടെ? എന്താണ്? മുഹമ്മദ് ഷഖ്സാദ് ക്ലാസ്സിൽ ഇരിക്കുന്നില്ലേ? പൊക്കോ. വണ്ടി ഓടിക്കാനാണ് ക്ലാസ്സിൽ ഇരിക്കുന്നേ. Where is your textbook? എന്നിട്ട് നീ എന്താ അവിടെ ചെയ്യുന്നത്? Don't repeat it. Next, Bhuta, Ruta, Puna, Dubna, Doodh, Hookha, Tarbooj, Punna, Thu, Puda, Amarud, Chaku, Khub, Juta,
പൂഞ്ഞ, डाकू, सूखा, पूजा, कूटना, दूब. ഷഹ്സാദിന് ഇരിക്കാൻ പറ്റുന്നില്ല ക്ലാസ്സിൽ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മിസ് ഇത് വായിച്ചു തരുമ്പോൾ നമ്മൾ കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണത്. ആ വാക്ക് ഇങ്ങനെയാണ് വായിച്ചിരുന്ന് മനസ്സിൽ പതിയണം. PTA മീറ്റിംഗ് വന്നപ്പോ എന്താ പറഞ്ഞത്? കുട്ടികൾക്ക് വായിക്കാൻ കിട്ടുന്നില്ല അല്ലെ? അങ്ങനെയാണ് പറഞ്ഞത്. അക്ഷരങ്ങൾ അറിയുന്നില്ല, ചിഹ്നങ്ങൾ അറിയുന്നില്ല. ഞാനിവിടെ ഓരോ അക്ഷരം എടുത്ത് അതിന്റെ ഒരു ചിഹ്നം എടുത്ത് അത് എങ്ങനെയാ വായിക്കേണ്ടതെന്ന് എല്ലാം ഈസി ആയിട്ട് വായിച്ചിരുന്നുണ്ട്. അന്നപ്പോ അവിടെ ഇരുന്നിട്ട് വണ്ടി ഓടിക്കുക, പിന്നെ ഫോണിൽ കളിക്കുക, ഇതൊക്കെ ചെയ്താൽ നിങ്ങൾ എങ്ങനെ ചിഹ്നങ്ങൾ മനസ്സിലാക്കും? ചിഹ്നങ്ങൾ പഠിക്കാതെ ഹിന്ദി പഠിക്കാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, ഒരു രക്ഷയില്ല ചിഹ്നങ്ങൾ പഠിക്കാതെ. ഫസ്റ്റ് ക്ലാസ്സിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല, പക്ഷെ ഞാനിവിടെ ഫസ്റ്റ് ക്ലാസ് മുതൽ ചിഹ്നങ്ങൾ എടുക്കുന്നുണ്ട്. ഈ സെക്കൻഡ് ക്ലാസ്സിലാണ് ഓരോ ചിഹ്നങ്ങൾ വെച്ച് ഓരോ പാഠം. ഇതിപ്പോ ഊവിന്റെ ചിഹ്നമുള്ള പാഠമാണ്. റിപ്പീറ്റ് ആയി ഇപ്പൊ ഇത്. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല മക്കളെ, ഹിന്ദി പഠിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഊ ഏതാണ്, ഏതാണ് ചിഹ്നം നിങ്ങൾക്ക് മനസ്സിലായാലും നിങ്ങൾക്ക് ഒന്നും വായിക്കാൻ കിട്ടില്ല. പിന്നെ മിസ്സിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്കൂളിൽ വന്ന് ക്ലാസ് റൂമിൽ എടുക്കുന്നതിനേക്കാളും വൃത്തിയായിട്ട് ഇപ്പം ക്ലാസ്സിൽ എടുത്തു തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാതെ, ഇപ്പം ഷഹ്സാദിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം അവൻ അവിടെ ഇരുന്നില്ല. Okay, continue the class. Next page number 44. नीचे दिए गए शब्दों को पढ़ो. ഇവിടെ എന്താണ് താഴെ കൊടുത്തിരുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പം ഊന്റെ ചിഹ്നമുള്ള വാക്കുകളുണ്ട്, ഊന്റെ ചിഹ്നമുള്ള വാക്കുകളും ഉണ്ട് ഇവിടെ അല്ലേ? അതെ. അപ്പൊ അതിന്റെ ആ പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് വ്യത്യാസം മനസ്സിലാക്കാനാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ നിങ്ങൾ അവിടെ നോക്കണം. ഇവിടെ നോക്കിയോ, ചുപ്പ് എന്ന് എഴുതി അല്ലെ? ചുപ്പ്. അപ്പൊ അവിടെ ആ ചിഹ്നം നോക്കിയേ, ഊവിന്റെ ചിഹ്നമാണ് അവിടെ വന്നിരിക്കുന്നത്. ശരിക്കും മലയാളത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ല ഇവിടെ വരുന്നത്, മലയാളം തന്നെ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ചുപ്പ്, ചുപ്പ് എന്ന് എഴുതുമ്പോൾ ചായയുടെ അടിയിൽ ഏത് ചിഹ്നമാണ് വന്നിരിക്കുന്നത്? ഊക്കി മാത്രയാണ്. ഊക്കി മാത്രം അല്ല, ചുപ്പ്. നെക്സ്റ്റ് അവിടെ ഹൈപ്പൺ ഇട്ടിട്ട് ഊവിന്റെ ചിഹ്നമുള്ള ഒരു വാക്ക് തന്നിട്ടുണ്ട്. ആ ചിഹ്നം ശ്രദ്ധിച്ചേ, ചൂരൻ. എങ്ങനെ വായിക്കും അത്? ചൂരൻ. നെക്സ്റ്റ് സുൻ, സൂന. പുൽ, പൂൽ. സുഖ്, सूख. बुढ़िया, बूढ़ा. दुख, दूध. पुल, पूरा. चूहिया, चूहा. उड़, ഊൻ. കണ്ടില്ലേ? ഉഡ്, ഊൻ എഴുതി നിങ്ങൾ കണ്ടോ? അവിടെ ഉഡ് എന്നുള്ളത് അവിടെ ചിഹ്നങ്ങളല്ല വന്നത്, അവിടെ ആ സ്വരാക്ഷരം തന്നെയാണ് വന്നത്, ഊ അല്ലേ? അവിടെ മാത്രമില്ല ഊ എന്ന അക്ഷരം. ഹൈഫണിട്ട് അടുത്ത അക്ഷരം നോക്കിയേ, ഊ. ഇത്രയും നേരം നമ്മൾ ചിഹ്നങ്ങൾ ചേർത്ത് വായിച്ചു. ഇപ്പൊ ലാസ്റ്റ് വന്ന ആ രണ്ട് വാക്കുകൾ കണ്ടോ? ഊ, ഊന്ന്. അതിന്റെ ചിഹ്നങ്ങളാണ് ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം അതിന്റെ വ്യത്യാസം മനസ്സിലായോ വായിക്കുമ്പോ? ഓക്കെ. ഊ എന്ന ചിഹ്നവും ഊ എന്ന ചിഹ്നവും അക്ഷരങ്ങൾക്ക് ഇട്ടാൽ എങ്ങനെയാ വായിക്കുന്നതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കിയോ, ഊ ഔർ ഊക്കി മാത്രം ലഗാക്ക സഹി ശബ്ദ ബനാവോ. അവിടെ ഡാഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. വാക്ക് ഊവിന്റെ ചിഹ്നം കൊടുത്തിട്ടില്ല അല്ലെ? അവിടെ വന്നപ്പോ നമ്മൾ ഊവിന്റെ മാത്രം കൊടുക്കണം എന്നാ പറയുന്നത്. ആലു, ഞാൻ ശരിയായ കറക്റ്റായ വാക്ക് പറയാം, നിങ്ങളോട് എഴുതാൻ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞാണ് അല്ലെ? കറക്റ്റായ വാക്ക് പറഞ്ഞുതരാം, നിങ്ങൾ എഴുതിയത് ശരിയാണോ നോക്കുക. ആലു, സൂഖ, ചാക്കു, ഫൂൽ, ഹാലു. ഇത്രയും ഊക്കി മാത്രയാണ്. അടുത്ത വരുന്നത് ഗുലാബ് എന്നാണ്. അവിടെ ചിഹ്നം മാറി. അപ്പൊ അവിടെ എന്താണ്? ഊ, ഗുലാബ്. ഇവിടെ സുമൻ, അവിടെയും ഊന്റെ ചിഹ്നമാണ്. ചുഹിയ, അവിടെയും ഊക്കി മാത്രം. നീട്ടി പറയുന്നില്ല അവിടെ അല്ലെ?
ചുഹിയ. അടുത്തത് എന്താ? ചൂഹ. അവിടെ ഊക്കി മാത്രം. നെക്സ്റ്റ് ബുഡിയ. അവിടെ പിന്നെ മാറി, ഊക്കി മാത്രം. ബുഡിയ നീട്ടി പറയുന്നില്ല അല്ലെ, ബൂന്ന് പറയുന്നില്ല, ബുഡിയ. നെക്സ്റ്റ് ബൂട്ട. അവിടെ ഊക്കി മാത്രം. പൂജ, ലഡാക്കു, സൂരജ്. ഓക്കെ. നെക്സ്റ്റ് സഹി വർണ്ണ പർ ഊക്കി മാത്രം ലഗാവോ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾക്ക് വീണ്ടും ഊന്റെ ചിഹ്നം ചേർക്കാനാണ് പറയുന്നത്. എന്താ ഹൈഫ മെഹറിൻ എന്താ വിഷമിച്ചിരിക്കുന്നേ? എഴുതാൻ പറ്റിയിട്ടില്ലേ? ഹൈഫ എന്തോ ഒരു വിഷമിച്ചിരിക്കുന്ന പോലെ. കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് നോക്കിക്കാം. പതലൂൻ. ആ വാക്കുകൾ വായിച്ചരാം. പതലൂൻ, മജ്ദൂർ, ചൂല, ചൂട്ട, ചൂരൻ, മൂലി, ഭാലു, ഫൂൽ, ചൂർ, ചാക്കു. ഫാത്തിമ മെഹറിൻ പേജ് നമ്പർ എത്രയാണ്? ക്ലാസ് കഴിഞ്ഞു, ഇപ്പോഴാണ് പേജ് നമ്പർ എത്രയാണെന്ന് ചോദിക്കുന്നത്. വെരി ഗുഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിരുന്ന ഫാത്തിമ മെഹറിൻ? വെനസ്ഡേ, കഴിഞ്ഞ വെനസ്ഡേ. റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പേജ് നമ്പർ 44 ആണ് കേട്ടോ. ഉചിത ശബ്ദമൊക്കെ രേഖ ദ്വാര മിലാവോ. താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദങ്ങൾക്ക് അതൊന്ന് മാച്ച് ചെയ്യണം. ശരിയായ വാക്കും ആ പിക്ചറും കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ, അതാണ് ഫസ്റ്റ് വൺ. അതായത് നമുക്ക് യോജിച്ച പദം ചേർത്തെഴുതുക എന്ന് പറഞ്ഞില്ലേ, അതേപോലെ പയർ. അവിടെ പയർ എന്ന് പറഞ്ഞ കാലാണ്, ലെഗ്. പയറിന് യോജിച്ചത് എന്താണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്? ജൂത്ത, ഷൂസ് ആണ്. കാലിന് ഷൂസ് ആണ് ഇടുന്നത്. പയർ ജൂത്ത, സിർ മുകുട്, ബാഗ് ഫൂൽ, മട്ടർ ആലു, കാല ഭാലു, തേജ് ചാക്കു. ചിത്രാംക ശബ്ദാംശ മിലാവോ. ഇവിടെ റൈറ്റ് സൈഡിൽ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ നോക്കിയിട്ട് ഞാൻ വാക്ക് വായിച്ചത്. ഫസ്റ്റ് കബൂത്തർ, സെക്കൻഡ് ഫൂൽദാൻ. ഫൂൽദാൻ എന്ന് പറഞ്ഞാൽ ഫ്ലവർ വേസ്. നെക്സ്റ്റ് ഖർബൂജ. എന്താണ് ഖർബൂജ എന്ന് പറഞ്ഞാൽ മത്തങ്ങ. നാഖു, നാഖു എന്ന് പറഞ്ഞാല് തമ്പ്. പതലൂൻ, പതലൂൻ എന്ന് പറഞ്ഞാൽ പാന്റ്. തർബൂജ്, തർബൂജ് വാട്ടർമെലൺ. ശരിയാണോ നിങ്ങൾ വരച്ചു വെച്ചത്? എല്ലാരും വരച്ചത് ശരിയാണോ? അതെ. ഓക്കെ. നെക്സ്റ്റ് ചിത്ര ദേഖകർ വാക്യ പൂരേ കരോ. ഇപ്പം എഴുതിയിട്ടില്ലാത്തവര് ഇപ്പൊ തന്നെ ചോദിക്കുക. കാരണം പിന്നെ എക്സാമിന്റെ സമയത്ത് റിവിഷൻ ചോദിക്കുമ്പോ നിങ്ങൾ പറയും മിസ്സേ ഞാനിതൊന്നും എഴുതിയിട്ടില്ല എന്ന്. എന്നപ്പോഴാണ് നല്ല വഴക്ക് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഡൗട്ടും, അതായത് സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാം, എഴുതിയിട്ടില്ലെങ്കിൽ അത് ചോദിക്കാം. ഓക്കെ. നെക്സ്റ്റ് ചിത്ര ദേഖകർ വാക്യ പൂരേ കരോ. ഒരു ചിത്രം നോക്കിയിട്ട് ആ ഒരു സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഡാഷ് ഇട്ടിട്ട് ആ ഡാഷിന്റെ അടുത്ത് ഫില്ല് ചെയ്യണം. പവൻ ഔർ മീനു ഡാഷ് ചൂൽ രഹേ ഹെ. പവൻ, പവനും മീനും. പവൻ എന്ന് പറഞ്ഞാൽ മീനു എന്ന് പറഞ്ഞാൽ ഒരു നെയിം ആണ് കേട്ടോ, പേരാണ്. പവൻ ഔർ മീനു ഡാഷ് ചൂൽ രഹേ ഹെ. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അവിടെ രണ്ടുപേര് എന്താ ചെയ്തിരിക്കുന്നേ? നമ്മളിവിടെ പഠിച്ചില്ലേ ഇതിന്? ഇത് കണ്ടോ, പേജ് നമ്പർ 42. പേജ് നമ്പർ 42 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ? അവിടെ രണ്ടുപേർ ഊഞ്ഞാലാടുന്നത്. ആ വാക്കിന് എന്താ പഠിച്ചവിടെ? ചൂല അല്ലെ. പവൻ ഔർ
മീനു ചൂലാ ചൂൽ രഹേ ഹെ. അവിടെ അവിടെ സ്വിങ്ങില് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുവാണ്. ചൂലാ ചൂൽ രഹേ ഹെ. ആ ചൂല എന്നുള്ള വാക്കാണ് ഇവിടെ എഴുതേണ്ടത്. ചൂലാ ചൂൽ രഹേ ഹെ. നെക്സ്റ്റ് കാലു ഡാഷ് നാച്ച് ദിഖാ രഹാ ഹെ. കാലു കാലു എന്ന് പറഞ്ഞാൽ ആ ഇതിനെയാ നോക്കുന്നത്. എന്താണ്? രണ്ട് ബിയറിനെ കണ്ടോ അവിടെ? കാലു എന്ന് പറഞ്ഞ കറുത്ത എന്നാണ്. കാല എന്ന് പറഞ്ഞ കറുത്ത. ആ കരടി അവിടെ എന്തോ ഡാൻസ് കണ്ടോണ്ടിരിക്കുവാണെന്നാ പറയുന്നത്. എന്താണ്? കാലു ഭാലു നാച്ച് ദിഖാ രഹാ ഹെ. ഭാലു കാലു ഭാലു കറുത്ത കരടി അല്ലേ? കറുത്ത കരടി ഭാലു. ഇവിടെ എവിടെയാ വാക്കുള്ളത് ഭാലു എന്നുള്ളത്? ഭാലു നിങ്ങൾ ഇവിടെ എവിടെയോ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. പേജ് നമ്പർ 42-ലുണ്ട് ഭാലു. നോക്കി എഴുതിക്കോ. ഭാലു. നെക്സ്റ്റ് ബബ്ലു പൂര ഡാഷ് പീജ. ഇവിടെ ബബ്ലു എന്നുള്ളത് പേരാണ്. ആ കുട്ടി എന്താ മുഴുവൻ എന്തോ കുടിച്ചെന്ന് പറഞ്ഞു. എന്താണ്? ദൂത്. ബബ്ലു പൂര ദൂത് പീജ. അവിടെ ദൂത് എന്ന് എഴുതുക. നമുക്ക് ഇവിടെ ചോയ്സ് ഒന്നും തന്നിട്ടില്ല അല്ലെ? ദൂത് എങ്ങനെ എഴുതുക? എവിടെയാ ദൂത് നമ്മൾ എഴുതിയത്? ഇവിടെ ഉണ്ട്. എവിടെയാണെന്നറിയോ? ഇത് കണ്ടോ? പേജ് നമ്പർ 43-ല് ബൂട്ട കഴിഞ്ഞിട്ട് ദൂത് എന്ന് കണ്ടോ? ഇവിടെ ഇതാ ദൂത്. നോക്കി എഴുതാം ഈ വാക്ക് ദൂത്. ഇത് അവൻ ബബ്ലു മുഴുവൻ പാലും കുടിച്ചു തീർത്തു എന്നാ പറയുന്നത്. നെക്സ്റ്റ് ശ്യാം ഹുയി ഡാഷ് ഡൂബ് ഗയ. ശ്യാം എന്ന് പറഞ്ഞ എന്താണ്? ശ്യാംകോ എന്ന് പറഞ്ഞ വൈകുന്നേരം. ഇപ്പം കിട്ടാത്തവരെ ലാസ്റ്റ് ഒന്നും കൂടെ പറയും. ഇപ്പൊ പറയുന്നത് കേൾക്കുക. ശ്യാം ഹുയി ഡാഷ് ഡൂബ് ഗയ. വൈകുന്നേരമായപ്പോൾ ആരോ താഴ്ന്നു പോയി അല്ലെങ്കിൽ അസ്തമിച്ചു എന്നാണ് പറയുന്നത്. വൈകുന്നേരമായപ്പോൾ ആരോ അസ്തമിച്ചു. ആരായിരിക്കും? സൂരജ് അല്ലെ? സൂരജ്. അപ്പൊ സൂരജ് ഇവിടെ എവിടെയാ കണ്ടിട്ടുള്ളത് നിങ്ങള്? എങ്ങനെ എഴുതുക? സൂരജ്. ഇതല്ലേ ഇവിടെ നമ്മൾ ഉണ്ടല്ലോ 43 പേജില് ഏറ്റവും മുകളിൽ സൂരജ് എന്ന് എഴുതിയിട്ടുണ്ട് നമ്മൾ അല്ലെ? സൂരജ്. സൂരജ. മൂന്നാമത്തെ ജ. സൂരജ്. नेक्स्ट राजू आलू और डैश खा रहा है. राजू आलू और डैश खा रहा है. രാജു പൊട്ടറ്റോയും വേറെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്. എന്താണ്? ഖജൂർ എന്ന് എഴുതാം അവിടെ. രാജു ആലു ഔർ ഖജൂർ. നമ്മൾ എവിടെയാ ഖജൂർ എന്ന് പഠിച്ചത്? ഖജൂർ അവിടെ ഉണ്ട്. അതായത് 42 പേജില് ഇവിടെ കണ്ടോ ഖജൂർ. ഇവിടെ കണ്ടില്ലേ ഖജൂർ. ഖജൂർ എന്ന് പറഞ്ഞാല് ഈന്തപ്പഴം. 42 പേജ് നമ്പർ 42-ല് ഖജൂർ എന്നുണ്ട്. ഖജൂർ. ഓക്കെ എഴുതിയോ എല്ലാവരും? കഴിഞ്ഞ ഒന്നുകൂടെ വായിച്ചുതരാം. ആദ്യത്തെ കിട്ടാത്തവർ എഴുതിക്കോ. പവൻ ഔർ മീനു ചൂല ചൂൽ രഹാ ഹെ. ചൂല എന്നുള്ള വാക്ക് ഇവിടെ പേജ് നമ്പർ 42-ല് ആദ്യത്തെ ഊഞ്ഞാലാടുന്ന ഇവിടെ പേജ് നമ്പർ 42-ല് ആരാ? മുഹമ്മദ് ടി ആണ് ചോദിച്ചത്. എഴുതിക്കോ ചൂല ചൂൽ രഹാ ഹെ. നെക്സ്റ്റ് കാലു ഭാലു നാച്ച് ദിഖാ രഹാ ഹെ. कालू भालू नाच दिखा रहा है. नेक्स्ट बबलू पूरा दूध पी जा.
ദൂത് എന്നാണ് മൂന്നാമത്തത്. ശ്യാം ഹുയി ഡാഷ് ഡൂബ് ഗയാ എന്നുള്ളിടത്ത് എന്താണ്? സൂരജ്. സൂരജ്. സൂരജ. ജ ഏതാണ്? ച ച ജ. മൂന്നാമത്തെ ജായാണ്. സൂരജ് ഡൂബ് ഗയാ. രാജു ആലു ഔർ ഡാഷ് ഖാ രഹാ ഹൈ എന്നുള്ളിടത്ത് ഖജൂർ. ഖജൂർ എന്ന് പറഞ്ഞാല് ഈന്തപ്പഴം. ഷിഫാന ഡോണ്ട് ബൈറ്റ് യുവർ പെൻസിൽ. ഇല്ലേ? ഇനി ഇത് എഴുതാത്തവരുണ്ടോ? ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. അമന്ന രാജേഷ്, ഇഫ്ര ഫാത്തിമ, ഫറ ഫാത്തിമ, ഹന്ന, മിൻഹാജ്, ഷിഹാസ്, എറിക്, അനീറ്റ ഫിലിപ്പ്, ആൻസൺ, അനിഹ, ടെസ മരിയ, മുഹമ്മദ് അഫ്ല, അലൻ തോമസ്, മുഹമ്മദ് നാഫി, ഷിഫാന, മുഹമ്മദ് ടി, ബിന്യ ബിനോയ്, ജുവൽ മരിയ, മാളവിക, കുര്യൻ ജോസഫ്, ക്രിസ്റ്റി, അനക. കുര്യൻ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയില്ല മോനെ? യെസ്, ഓക്കെ. ആർക്കും കിട്ടാത്തുണ്ടോ ക്ലാസ്സിൽ? ഇല്ലല്ലോ. അനക സുരേഷ്, ഹൈഫ മെഹറിൻ, അജിത് ജോസഫ്, ആൻസൺ. എന്താ ആൻസൺ? അനീറ്റ. ഇനി ആരുടെ പേര് വിളിക്കാത്തുണ്ടോ? ആൻസൺ എന്തും പറയാനുണ്ടോ? മാഡം ജികെയുടെ മാർക്ക് കിട്ടിയിട്ടില്ല. മോനെ ജികെയുടെ മാർക്ക് എഴുതിയിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ. മോനെ ജികെക്ക് 45 ആണെന്ന് തോന്നുന്നു. അത് നമ്മൾ കമ്പ്യൂട്ടറിലല്ലേ എടുത്തത്. എക്സാം അങ്ങനെ ആയിരുന്നില്ലേ? അതിലെ മിസ്സായി പോയതാ കേട്ടോ. കിട്ടിയിട്ടുണ്ട്, മാർക്ക് കിട്ടിയിട്ടുണ്ട്. വേറെ എന്താണ് പറയാനുള്ളത്? ഇത് പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് ആകെ എടുത്തത് അതേ ഉള്ളൂ. അത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് എഴുതണം കേട്ടോ. ഇന്ന് ഡേറ്റ് ഇട്ടിട്ട് ഇത് നോട്ട് ബുക്കിലോട്ട് എഴുതണം. ഓക്കെ, നന്നായിട്ട് പഠിക്കണം. നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൽ ഇനി ഒന്ന് ചിഹ്നങ്ങളൊക്കെ എടുത്ത് തുടങ്ങണം. നമ്മുടെ ഈ പീരീഡ് കഴിഞ്ഞ അടുത്ത പീരീഡ് നമുക്ക് പേജ് നമ്പർ 46 എടുക്കാം. അപ്പം നമ്മുടെ ലെസൺ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ ഒരു 10ഉം 11 ഉള്ളൂ. 10ഉം 11 പാടേ ഉള്ളൂ. ഫാത്തിമ മെഹറിനെ വിളിച്ചില്ലേ? ഫാത്തിമ മെഹറിൻ. ഓക്കെ. സയാൻ. ഞാനും അറ്റൻഡൻസ് എടുക്കാത്തുണ്ടോ? ഇത് 2 പേജിലായിട്ടാ കാണുന്നത്. അപ്പം മറിച്ച് നോക്കുമ്പോ ചിലപ്പോ അത് മുഹമ്മദ് ടി. എവിടെ മുഹമ്മദ് ടി? അൺമ്യൂട്ട് ചെയ്ത മോനെ. മിൻഹാജിന് എന്തെങ്കിലും പറയാനുണ്ടോ? വെറുതെ ടൈപ്പ് ചെയ്യുന്നതാണോ? പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്തോ. വിളിച്ചില്ലേ? മിൻഹാജിന്റെ പേര് വിളിച്ചില്ല? വിളിച്ചല്ലോ, അതല്ല ആദ്യം തന്നെ വിളിച്ചു. അമന്ന, ഹൈഫ, ഫറ, മിൻഹാജ് എന്നൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് ടി അൺമ്യൂട്ട് ചെയ്തേ. മാർക്ക് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്.
ആ പ്രോഗ്രസ് റിപ്പോർട്ടേ കിട്ടിയില്ലേ? ഇല്ല. എക്സാം എഴുതിയോ? ആ അതെയോ? ഒന്ന് നോക്കട്ടെ കേട്ടോ. കഴിഞ്ഞ ദിവസം PTA മീറ്റിംഗിൽ ഉണ്ടായിരുന്നോ? ആ എന്നിട്ട് ഒന്നും പറഞ്ഞില്ല, മിസ്സിന് അയച്ചു തന്നില്ല, എന്നാ കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞില്ല നിങ്ങള്? എന്ത് പറ്റിയേ? അമ്മയില്ലേ മോനെ അവിടെ? ഉണ്ട്. എന്താ ഒന്നും പറഞ്ഞില്ലല്ലോ? എന്നിട്ട് എല്ലാ എക്സാം എഴുതിയോ? പക്ഷെ നെറ്റില്ലാത്തോണ്ട് കിട്ടിട്ട. ആണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് വിളിച്ചു പറയോ, വാട്സപ്പ് ചെയ്യോ. നെറ്റ് ഇല്ലെങ്കിൽ സാറിനെ വിളിച്ചു പറഞ്ഞാലും മതിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പേർക്ക് അങ്ങനെ വന്നു, കുര്യനൊന്നും കിട്ടിയില്ല എന്നാ പറഞ്ഞ പിന്നെ അയച്ചു കൊടുക്കുക ഇത് അല്ലേ. പക്ഷെ നമ്മള് ഫോണിൽ എടുത്തിരുന്നു, എന്തോ ഇത് വന്നില്ല അങ്ങോട്ട്, നെറ്റിന്റെ പ്രശ്നമായിരിക്കും. മുഹമ്മദ് ടീന്റെ കാര്യം നോക്കുന്നുണ്ട് കേട്ടോ. വേറെ നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. സി യു നെക്സ്റ്റ് പീരീഡ്. ബൈ. ഇപ്പൊ പറഞ്ഞ കാര്യം നോട്ട് ബുക്കിലോട്ട് എഴുതണം കേട്ടോ, ഗ്രൂപ്പിലിടുക. നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ലേറ്റ് ആവരുത്, പെട്ടെന്ന് തന്നെ ചെയ്തിടുക. അനീറ്റ ഫിലിപ്പിന് എന്താണ് പെട്ടെന്ന് പറഞ്ഞു? ഒന്നുമില്ല, വെറുതെ ആണ് അല്ലേ. വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ.